ഇന്ന് നമുക്ക് ഒരു പായസത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പിങ്ക് പാലടയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു പായസമാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ചൊവ്വരി വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പായസം മസ്റ്റായിട്ട് എല്ലാവരും ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആദ്യം ഒരു 150 ഗ്രാം ചൗവരി തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂറൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് വേറൊരു കടായിയിലോട്ട് 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഏകദേശം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കും, അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തത്. കൂടെ നമ്മൾ മധുരമുള്ള മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ 4 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. ഇനി അരമണിക്കൂറിന് ശേഷം നമ്മൾ ചൊവ്വരി ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 1.5 ലിറ്റർ പാലെടുത്തത് കൊണ്ടാണ് 150 ഗ്രാം ചൊവ്വരി എടുത്തത്. 2 കപ്പ് പാൽ, അതായത് 1/2 ലിറ്റർ പാലിനാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ 50 ഗ്രാം ചൊവ്വരി മതിയാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനി വേവുന്ന സമയം കൊണ്ട് മറ്റൊരു കടായിയിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കണ്ട, ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്താൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇതുപോലെ വെക്കുന്ന സമയത്ത് ഇതൊന്ന് മെൽറ്റായി വരും. ആ സമയത്ത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഇത് നമുക്ക് കാരമൽ ചെയ്തെടുക്കണം. പിങ്ക് പാലടയുടെ ടേസ്റ്റ് തരുന്നത് ഈ ഒരു കാരമൽ ഒഴിക്കുമ്പോഴാണ്. നല്ലൊരു ഗോൾഡൻ കളറായി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്കിത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് വേവിക്കുന്ന സമയത്ത് നമുക്ക് പിങ്ക് പാലടയുടെ അതേ കളറിലായിട്ട് വരും. ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതിപ്പോൾ ഏകദേശം പിങ്ക് പാലടയുടെ അതേ കളറിൽ തന്നെ ആയിട്ടുണ്ട്. ഈ ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ വരെ ഏലക്കപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇതിലോട്ട് വറുത്തൊഴിക്കണം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1.5 ടീസ്പൂൺ വരെ ഗീ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും റൈസിൻസും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്കതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നിർബന്ധമില്ല, വറുത്തൊഴിക്കാതെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിങ്ക് പാലടയുടെ അതേ ടേസ്റ്റാണ്. അപ്പോൾ ചൊവ്വരി വെച്ചിട്ട് ഇതുപോലെ പായസം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക്